ഹലോ വെൽക്കം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെസ്സിൻ്റെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തട്ടിപ്പാക്കുകയാണെന്നൊക്കെ. പക്ഷേ ഇതിൽ തട്ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ 3 ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് മറിച്ചിട്ടേ കാണിക്കും, അത് ഓപ്പൺ ആക്കിയിട്ട് കാണിക്കുകയില്ല. ഇത് 3 എന്ന് പറഞ്ഞെങ്കിൽ ഒന്ന്, ഏത് രാജ്യക്കാരനോടാണ് ഞാൻ മത്സരിക്കുന്നത്, മേലെയുള്ള ആ രാജ്യക്കാരൻ. അവിടെ ഞാൻ ഫ്ലാഗിൻ്റെ അടുത്ത് എന്താക്കുന്നുണ്ട്, മറ കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ അവിടെ ഫ്ലാഗിൻ്റെ വെക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ രണ്ടാമത്തെ ഈ കളിയിൽ ഞാൻ വിജയിച്ചിട്ടുണ്ടല്ലോ തോറ്റിട്ടുണ്ടോ അല്ല സമനിലയായതാണോ, അവിടെ ഈ നീക്കത്തിൻ്റെ ലാസ്റ്റ് എൻഡിൽ അവിടെ സ്റ്റിക്കർ വെക്കുന്നുണ്ട്. എന്തിനാണ്? അവിടെ മനസ്സിലാകും. വിജയിക്കുകയാണെങ്കിൽ അവിടെ ഗ്രീനിൻ്റെ ഒരു ചിഹ്നം കാണും, പരാജയപ്പെടുകയാണെങ്കിൽ റെഡിൻ്റെ ഒരു ചിഹ്നം കാണും. അതവിടെ കാണുന്നുണ്ട്. അതിലേക്കാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, സ്റ്റിക്കർ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലും തട്ടിപ്പുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത്, അവിടെ ഞാൻ സ്റ്റിക്കർ വെക്കും എന്ന് പറയുന്നത്. മനസ്സിലായില്ല? അപ്പോൾ ഫുള്ളിപ്പോൾ ഓപ്പൺ ഒന്നും വെക്കാതെ ഓപ്പൺ ആക്കിയിട്ട് കാണിക്കുന്നെങ്കിൽ അതൊരു ഗെയിമാണെന്നില്ല. ഇത് നിങ്ങൾ ഗസ് ചെയ്യാനും ശരിക്കും കഴിയുമല്ലോ. അപ്പോൾ എല്ലാവർക്കും അത് പറ്റുമല്ലോ അങ്ങനെ ആണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ഒരു ഇതാക്കിയത് അതാണ്. അതുപോലെ എത്ര നീക്കം എന്നുള്ളത്, അപ്പോൾ നീക്കുമ്പോൾ ഞാനൊന്ന് ബാക്കോട്ട് അല്ലെങ്കിൽ മുമ്പോട്ടൊക്കെ ആക്കിയിട്ടുണ്ടാകും. ആ നീക്കങ്ങൾ മേലെ വരിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒറിജിനൽ വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാൻ സ്റ്റിക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര നീക്കമാണ് എന്നുള്ളത് കണ്ടുപിടിച്ച ആളുകളുണ്ട് സൗണ്ടിൽ കൂടി. ഞാൻ സൗണ്ട് അവിടെ മ്യൂട്ടാക്കിയിട്ടില്ല. ആ നീക്കത്തിൻ്റെ ഓരോ സൗണ്ടുകൾ അറിയാം. ബാക്ക് എടുക്കുന്നുണ്ട്, മുന്നോട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊന്നും തട്ടിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ എതിർക്കാൻ വരണ്ട. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഓപ്പണായിട്ട് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ ഞാൻ പിന്നീട് ഇട്ട് കാണിക്കും. അപ്പോൾ ഇതൊരു ഗെയിം പോലെയാണിത് ഉള്ളത്. അപ്പോൾ ഓപ്പണായിട്ട് ഇടുന്നെങ്കിൽ ഒരു ഗെയിമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ ഇത്. ഇതിലെന്തായാലും അർത്ഥമുള്ളത്, മനസ്സിലായില്ലേ? അപ്പോൾ ഞാനിപ്പം ഇത് കാണിച്ചു തരാം, ഓരോന്ന് നീക്കിച്ച് കാണിച്ചു തരാം. ഇതിപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെ ഗെയിമിൻ്റെ റിസൾട്ടാണ് കാണിച്ചത്. അവർ അയച്ചു തന്നാണ്. 3 പേര് അയച്ചു തന്നിട്ടുണ്ട്. അമീന, ഷബിന, കുഞ്ഞോള്. ഇങ്ങനെ ഇതിൽ കറക്റ്റ് പറഞ്ഞത് ഷബു കിച്ചനാണ്. മനസ്സിലായല്ലോ? ഇന്ത്യ എന്നത് ശരിയാണ്. അതുപോലെ വിൻ ചെയ്തു എന്നുള്ളൊരു പരാജയം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അതുപോലെ നീക്കം 20 എന്നാണ്. അധികം പേര് 20 എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരാൾ മാത്രമാണ് 18 കൊടുത്തിട്ടുള്ളത്. ബാക്കി അത് എത്ര വീഡിയോ നോക്കിയെന്നുള്ളത് അത് പ്രശ്നമൊന്നുമില്ല, എത്ര ഇട്ടാലും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 3 ഓപ്ഷനുകൾ, അതായത് 3-ാമത്തെയും 4-ാമത്തെ 5-ാമത്തെയാണ് കറക്റ്റ് ആവേണ്ടത്. ഞാൻ എൻ്റെ മുന്നിൽ വരുന്ന ഏത് രാജ്യമാണ് അത് ഇത് ഇന്ത്യ എന്ന് എഴുതിയിരിക്കണം. ആ കഴിഞ്ഞ ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ റിസൾട്ട് പറയുമ്പോൾ കളിയുടെ ഫലം എന്താണ്, അതിൽ പരാജയമായിരുന്നു. അപ്പോൾ നോ വിൻ, പരാജയമെന്നും അവിടെ ഓപ്ഷൻ 3 ഉണ്ട്. അതിൽ 2-ാമത്തെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. പിന്നെ ചെയ്യേണ്ടത് 5-ാമത്തെ എത്ര നീക്കം കൊണ്ടാണ് എന്നുള്ളത്. ഇവിടെ 3 പേര്, ഞാനടക്കം 3 പേര് 20 എന്നും ഒരാൾ മാത്രം 18 എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഒരു എന്താണ് ഇതിൽ പറയാം, ഒരു തട്ടിപ്പുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതിൽ? ഈ ഷബു കിച്ചൻ 2-ാമത്തെ പ്രാവശ്യമാണ് വിന്നറാകുന്നത്. ഷബു കിച്ചൻ കാലിക്കറ്റ് എന്ന് പറയുന്നവർ. അപ്പോൾ അവരെങ്ങനെ മനസ്സിലാക്കിയത് 18-20 എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കി? അതിലെന്തെങ്കിലും തട്ടിപ്പ് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ കമൻറ്റ്, ഈ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ഇടണം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനിത് ലിങ്ക് ചെയ്യുന്നുണ്ട് ഇവിടെ. ആ ലിങ്കിൽ കൂടിയാണ് നിങ്ങൾ ആൻസർ അയക്കേണ്ടത്. എന്തെങ്കിലും ഈ വീഡിയോനെ പറ്റി ഒന്നും തട്ടിപ്പ് അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്നെന്താക്കുക, ഈ വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ട് നിങ്ങൾ എന്നെ അറിയിക്കുക.
അല്ലാതെ പിന്നെ ആൻസർ ഒന്നും അവിടെ എഴുതരുത്. ആൻസർ നിങ്ങൾ എഴുതേണ്ടത് ഞാൻ ഇടുന്ന ലിങ്കിൽ കൂടിയാണ്. ഇപ്പോൾ ഈ ലിങ്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്, ഇതാണ് ലിങ്ക്, മനസ്സിലായില്ലേ? ഈ ലിങ്കിൽ കൂടിയാണ് നിങ്ങൾ ആൻസറുകളൊക്കെ അയക്കേണ്ടത്. ആൻസർ അയക്കാൻ അറിയുമല്ലോ, ആദ്യം നിങ്ങളുടെ പേര്, പിന്നെ ചാനൽ പേര്, ചാനലില്ലെങ്കിൽ ID പേര്, അതുപോലെ എൻ്റെ മുന്നിൽ വന്ന രാജ്യം ഏതെന്നുള്ളത്, പിന്നെ ഈ കളിയുടെ ഫലം വിജയമാണോ പരാജയമാണോ സമനിലയാണോ, അതുപോലെ നീക്കം എത്ര എന്നുള്ളതാണ്. എൻ്റെ നീക്കമാണ് അവിടെ കാണിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇടുമ്പോഴേക്ക് ചിലപ്പോൾ അതിൽ സ്റ്റിക്കർ വെക്കും, ചിലപ്പോൾ മറിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ പിന്നെ ഫ്ലാഗിൻ്റെ അടുത്ത് വേറെ ഫ്ലാഗ് കൊണ്ടുവച്ചിട്ടുണ്ടാവും. അതൊക്കെ പിന്നെ ഗെയിമിൽ ഒരു പ്രത്യേകമായി ചെയ്യുന്നൊരു കാര്യമാണത്. അതിൽ ചോദ്യം ചെയ്യാൻ നിൽക്കേണ്ട നിങ്ങളിപ്പോൾ പിന്നെ 2 പ്രാവശ്യം വിന്നറായിട്ടുണ്ടല്ലോ ഇതിൽ. അപ്പോൾ എല്ലാവർക്കും പിന്നെ നന്ദി, നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടവർക്ക്. പിന്നെ അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യാം. ഓക്കെ, ബൈ.